കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ശരിക്കും ഒരു അത്ഭുതം അവളെ പൊതിഞ്ഞു. ഇൻസ്റ്റ വിട്ട് യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അതിൽ കൊണ്ട് കുറെ വീഡിയോകൾ നോക്കിയിരുന്ന സമയം നീങ്ങുന്ന പോലും തിങ്കൾ അറിഞ്ഞില്ല. ഫോണിൽ തന്നെ സമയം ശ്രദ്ധിച്ചപ്പോഴാണ് 1 മണിക്കൂറോളം താൻ ഇതിൽ കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നെന്ന ബോധം തിങ്കളിന് വന്നത്. ഇതൊരു വല്ലാത്ത സാധനം തന്നെയെന്ന് അവൾക്ക് അന്നേരം തോന്നി. മിഥുനും ഇതുണ്ടെങ്കിൽ സമയം പോകുന്ന നീ അറിയില്ലെന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോൾ പെണ്ണിന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. തൽക്കാലം ഫോൺ മാറ്റി വെച്ചവൾ അടുക്കളയിലേക്ക് നടന്നു. ചായ വെക്കാൻ വരും വഴി വാങ്ങിച്ച പാല് അടുപ്പത്ത് വെക്കുമ്പോഴാണ് പുറത്തുനിന്നൊരു വിളി. ചാന്ദിനിയാണ് വന്നിരിക്കുന്നതെന്ന് ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു. മുൻവാതിൽ തുറന്നപ്പോൾ എപ്പോഴുമുള്ള ചിരിയോടെ അവർ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ മോളുടെ മീനെ കാണാന്ന് വെച്ച് വന്നതാ. തിങ്കൾ വഴി മാറിക്കൊടുക്കുമ്പോൾ ഉടുത്തിരുന്ന സാരി തുമ്പിലെ പിടിവിട്ട് ചന്തു അകത്തേക്ക് കയറി ചുറ്റുമൊന്ന് നോട്ടം പായിച്ചു. ചെറിയൊരു ഹാളിലേക്കാണ് മുൻവാതിൽ തുറക്കുന്നത്. മുന്നിൽ കാണുന്ന ഭിത്തിയിൽ കുറച്ച് മുകളിലായി ഒരു 19 വയസ്സ് പ്രായം വരുന്ന മനുഷ്യന്റെ ഫോട്ടോ. അതായിരിക്കും തിങ്കളിന്റെ അച്ഛനെന്ന് ചന്തു ഊഹിച്ചു. ഒരു റൗണ്ട് മേശയും അതിനു ചുറ്റും 3 കസേരയും ഹാളിൽ ഇട്ടിട്ടുണ്ട്. ഇടതുവശത്തൊരു മുറിയാണെന്ന് തോന്നുന്നു. അവിടേക്കുള്ള വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മുൻവാതിൽ ചാരി തിങ്കൾ അടുക്കളയോട് ചേർന്ന് വലതുഭാഗത്തുള്ള അവളുടെ മുറിയിലേക്ക് നടന്നു. ചാന്ദിനി അവൾക്ക് പുറകെയും. ഒരു ചെറിയ ചതുരമേശയും കസേരയും പിന്നെ 2 പേർക്ക് കഷ്ടിച്ച് കിടക്കാൻ പാത്രം വലുപ്പമുള്ള ഒരു കട്ടിലുമുള്ള മുറി. ആ മേശയുടെ മുകളിലാണ് ചീക്കുവിനെ വെച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ചാന്ദിനി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മീനെ കണ്ട് ചാന്ദിനി കൗതുകത്തോടെ നോക്കുന്നുണ്ട്. മോളിതിന് പേരിട്ടോ? ചീക്കു പറയാൻ മടിയാണിച്ചില്ല അവൾ. ഹായ്, നല്ല പേരാ ചീക്കു. തിങ്കളോട് പറഞ്ഞതിനൊപ്പം അവനെ വിളിക്കുകയും ചെയ്തു ചന്തു. ആ, ഇവന് പേര് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദേ വിളിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ചിരിയോടെയുള്ള പറച്ചിലിൽ തിങ്കൾ നേരത്തെ പുഞ്ചിരി ചാന്ദിനി കൊടുക്കുമ്പോൾ വിടർന്ന കണ്ണുകളോടെ ചാന്ദിനി അവളെ നോക്കി. ഒന്ന് ചിരിച്ചണ്ടല്ലോ. മനസ്സ് നിറഞ്ഞു അവരുടെ. അവൾ ചിരിച്ചതിന്റെ ആനന്ദത്തിൽ പാർത്തി പറഞ്ഞു കൊടുത്ത ചീക്കുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വന്നതിനേക്കാളും ആവേശത്തോടെ ചാന്ദിനി തിങ്കളിന് വിവരിച്ചു കൊടുത്തു. മീനെ വാങ്ങിയപ്പോൾ പാർത്തി അവളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചാന്ദിനി ഇപ്പോൾ പറയുന്നതെന്ന് അറിഞ്ഞിട്ടും അവള് തനിക്കറിയാമെന്ന് പറഞ്ഞ് തടഞ്ഞൊന്നുമില്ല. ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് ചാന്ദിന്റെ അടുത്ത് കേൾക്കുന്നതുകൊണ്ട് ആൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരാൾ അത്രയും ഇഷ്ടത്തോടെ ഒരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണെങ്കിലും പറയുന്നവർക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടുകയാണെങ്കിൽ കേട്ടു നിൽക്കാൻ നിങ്ങളുടെ മടിയൊന്നുമില്ല എന്ന് കരുതി അനാവശ്യമായ സംസാരങ്ങളൊന്നും അവൾ പ്രോത്സാഹിപ്പിക്കാറുമില്ല. കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമേ അവൾ കേട്ടു നിൽക്കൂ. ആ ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ആരെയും തനിക്കിനി ഇവിടെ കിട്ടില്ലെന്ന് തന്നെയാണ് അവൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇനി അടുപ്പം കാണിക്കാൻ അങ്ങനെ ആരെങ്കിലും വന്നാൽ ആ വരുന്നവർക്ക് അറിയേണ്ടത് തന്റെ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ജീവിതം എങ്ങനെയായിരുന്നു എന്നായിരിക്കും. അതാരെയും ബോധിപ്പിക്കാൻ അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് തനിക്കടുത്തേക്ക് വരുന്നവരെ കയ്യകലത്തെ അവൾ നിർത്തുന്നത്. ആ ആഗ്രഹം എത്രത്തോളം തിങ്കൾ കുറക്കുമെന്ന് മറ്റുള്ളവരെ അവൾ മനസ്സിലാക്കുന്ന പോലെ ഇരിക്കും. ഇത് മോളാണോ? ടേബിളിൽ ഇരുന്ന ഫോട്ടോ കയ്യിലെടുത്തുകൊണ്ടാണ് ചാന്ദിനി ചോദിച്ചത്. അച്ഛമ്മയും തിങ്കൾ നിൽക്കുന്ന ഫോട്ടോ ആണെന്ന് പറയുന്നതിനൊപ്പം തിങ്കൾ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ വേഗം അടുക്കളയിലേക്ക് നടന്നു. ആ ഫോട്ടോ ഒന്നുകൂടി നോക്കി ഇരുന്നിടത്ത് തന്നെ വെച്ച് ചാന്ദിനി അവൾക്ക് പുറകെ ചെല്ലുമ്പോൾ തിളച്ചുകൊണ്ടിരുന്ന പാല് കുറച്ചെടുത്ത് മാറ്റിവെച്ച് ബാക്കിയുള്ളതിൽ ചായപ്പൊടി ഇടുകയായിരുന്നു തിങ്കൾ. ആഹാ, പാലടുപ്പത്ത് വെച്ചിട്ടാണോ വന്നേ? ചോദിച്ചുകൊണ്ട് ചാന്ദിനി അവൾക്ക് അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. ചായ എടുക്കട്ടെ? ഞാൻ കുടിച്ചതാ, എന്നാലും ഒരു ഗ്ലാസ് കൂടെ കുടിക്കുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. തിങ്കൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും 2 ഗ്ലാസുകളായി ചായ പകർത്തിയെടുത്തു. കൂടെ ഒരു ടിന്നിൽ നിന്ന് വാങ്ങി വെച്ച അരിമുറുക്കും പ്ലേറ്റിലായി എടുത്ത് ഹാളിലേക്ക് നടന്നു. ചാന്ദിനി നേരത്തെ തന്നെ 2 ഗ്ലാസ് ചായയും കൊണ്ട് ഹാളിലേക്ക് പോയിരുന്നു. ഒരുമിച്ച് ചായ കുടിക്കുന്ന നേരം തിങ്കൾ ചോദിച്ചില്ലെങ്കിലും കാലിലൊന്ന് മസിലേറി ഡാൻസ് ക്ലാസ്സിൽ നേരത്തെ വന്ന കാര്യം ചാന്ദിനി അവളോട് പറഞ്ഞു. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അവളുടെ ചോദ്യത്തിന് അത് പാച്ചു നന്നായി ഒന്ന് അമർത്തി ഒഴിഞ്ഞെന്നപ്പോൾ മാറിയെന്നും പറഞ്ഞു ചാന്ദിനി. ഒരു 5 മണി 5:30 വരെയൊക്കെ പാച്ചു ഷോപ്പിലിരിക്കുള്ളൂ. എന്നാലും അവനെ കടയടക്കാൻ പക്ഷെ 8 ആവും കേട്ടോ. വേറൊരു പയ്യനുണ്ട് ജാഫർ, അവൻ നോക്കിക്കോളൂ അതുവരെ. പിന്നെ ചോട്ടു റിച്ചു ബീഹാറികളാ, അവിടെ ക്ലീനിങ് ഒക്കെ നടത്തുന്ന അവരാ. 2നെയും കിടപ്പ് അവിടെ അടുത്ത് തന്നെയാ. അതുകൊണ്ട് ഇവന് ടെൻഷനില്ല. ഇന്നിപ്പോ അവൻ കുറച്ചുകൂടെ നേരത്തെ വന്നുകൊണ്ട് ഞാനും എൻ്റെ കാലും രക്ഷപ്പെട്ടു. ക്ലബിനൊപ്പം പാർട്ടി പരിപാടികൾക്കൊക്കെ പോക്കണ്ടേ അവൻ, അതാ നേരത്തെ വന്നേ. തിങ്കളൊന്നും ചോദിച്ചില്ലെങ്കിലും എല്ലാം പറഞ്ഞ് ചായം കുടിച്ചു കഴിഞ്ഞ് ചാന്ദിനി. വെറുതെ മുഖസ്തുതി പറയല്ല കേട്ടോ മോളെ, നല്ല ചായ ആയിരുന്നു. ഇഞ്ചിയൊക്കെ ഇട്ടായിരുന്നല്ലേ മോളിതില്? അതിനവൾ തലയാട്ടി ചായ കുടിച്ചു കഴിഞ്ഞ ഗ്ലാസും മറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് വീണ്ടും തിങ്കളെ എന്നുള്ള വിളി. ചാന്ദിനിയാണ് ആദ്യം ഉമ്മറത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങൾക്ക് വീട് മാറിപ്പോയോ? ചിരിയോടെയുള്ള മിഥുന്റെ ചോദ്യം. അവനൊപ്പം തന്നെ പ്രണവും വേറെ 2 പയ്യന്മാരും ഉണ്ട്. ചാന്ദിനി മിഥുന്റെ കോമഡിക്കൊന്ന് കണ്ണുരുട്ടി കാണിച്ച് തന്റെ മോനെ ആ കൂട്ടത്തിലും നോക്കി. ആ കുഞ്ഞു ഗേറ്റിൽ കൈനീട്ടി പിടിച്ച് ഫോണിൽ ആരോടോ സംസാരിച്ച് നിൽക്കുകയാണ് അവൻ. ഇത്ര നേരം ആ പടികൾ ചാന്ദിനിയും കാത്തി കിടന്ന മന്മു ഇപ്പോൾ അവനടുത്ത് മൂടും കുത്തി ഇരിപ്പുണ്ട്. അപ്പോഴേക്കും തിങ്കളകത്തുനിന്ന് വന്നിരുന്നു.
നാളെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. അതിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അവര്. കൂടെ ക്ലബിന്റെ വാർഷികമാണല്ലോ ഈ ഞായറാഴ്ച. തിങ്കളിനെ ക്ഷണിച്ചിട്ടില്ല. ആള് ക്ഷണിക്കണ്ടേ? കൂടെ പിരിവായി അവളിൽ എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങാം. ചാന്ദിനി 5 പൊതിയാണ് പറഞ്ഞത്. എല്ലാ പ്രാവശ്യവും 5 പൊതി തന്നെയാണ് ചാന്ദിനി കൊടുക്കുക. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയാണ് ഈ പൊതിച്ചോറ് പാർട്ടിപരമായി ശേഖരിച്ച് വിതരണം ചെയ്യുന്നത്. ഒരാളുടെ വിശപ്പ് മാറ്റാൻ തക്കവണ്ണ ചോറും ഏതെങ്കിലും ഒരു കൂട്ടം കറിയും അത്രയോ ആയാലും മതി. വിശക്കുന്ന വയർ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. തിങ്കളിന് ഇതേക്കുറിച്ച് വിവരിച്ചു കൊടുത്ത് ചാന്ദിനി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചെന്ന് കണക്ക് കൂട്ടി 3 പൊതി തിങ്കളും പറഞ്ഞു. പിന്നെ ക്ലബിന്റെ വാർഷികത്തെക്കുറിച്ച് സംസാരിച്ച മിഥുനാണ്. 5ാമത്തെ വാർഷികം ഇത്. തിങ്കളോട് ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെ ക്ലബ്ബോട് ഉണ്ടായിരുന്നില്ല. ഇത്രയിടം വരെ ഇവര് വന്ന സ്ഥിതിക്ക് വല്ല 50-100 കൊടുത്താൽ മതി മോളെ. പിരിവൊക്കെ കഴിഞ്ഞതാ. ഇതിനിയമാർക്ക് പുട്ടടിക്കാനായിരിക്കും. ചാന്ദിനി അത് പറഞ്ഞിരുത്തിയതേ ചന്തു ആന്റിയെന്ന് നീട്ടിയൊരു വിളി വിളിച്ച് മിഥു. പ്രണവും ബാക്കി 2 പേരും കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് ചാന്ദിനിയെ. അതൊക്കെ ചാന്ദിനി പുച്ഛിച്ചു വിട്ടു. എന്നാലും അകത്തേക്ക് പോയവൾ പേഴ്സിൽ നിന്ന് കയ്യിൽ കിട്ടിയ 100 രൂപ എടുത്ത് അവർക്ക് കൊണ്ടുകൊടുത്തു. ഫോൺ വാങ്ങിച്ചപ്പോൾ അവളുടെ അറിവിൽ ഒരു 200 രൂപ ഡിസ്കൗണ്ട് അവൾക്ക് കിട്ടിയതാണല്ലോ. അവൾ 200 തന്നുകൊണ്ട് മിഥു ചന്തുവിനെ നോയി പുച്ഛിച്ചിരിക്കുമ്പോൾ ചാന്ദിനി അവനെ നോയി ചുണ്ടുകൂട്ടി. അന്ന് നീ ഞങ്ങൾക്ക് തന്ന 300 കൂടെ കൂട്ടി. ആകെ 500 എഴുതുന്നുണ്ട്. എഴുത്ത് കഴിഞ്ഞ് ചീട്ട് അവൾ കൊടുത്ത് ചിരിയോടാവൻ പറയുമ്പോൾ ഏത് 300 എന്ന പോലെ തിങ്കളെ നെറ്റി ഒളിഞ്ഞു. പിന്നെയാണ് അന്ന് അവർ സാധനങ്ങൾ ഇറക്കിയതിന് 3 പേർക്ക് 100 രൂപ വെച്ച് കൂലി കൊടുത്ത കാര്യം അവൾ ഓർത്ത്. തിങ്കളും മിഥുവിനെ കണ്ണൊന്ന് ചുരുക്കി നോക്കുമ്പോൾ അവന്റെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. ഫോൺ വിളി കഴിഞ്ഞ് അങ്ങോട്ടെത്തിയ പാർത്തി മിഥുനിന്റെ പറച്ചിലും കേട്ടു. കൂടെ ആ 2 പേരുടെയും കണ്ണിൽ നോക്കിയുള്ള നിൽപ്പും. ഈ തെണ്ടി ഇത് എങ്ങോട്ടാ ഇവിടെ മുന്നിൽ സ്കോർ ചെയ്തു പോകുന്നേ? സത്യത്തില് ഇത് അവനിവിടെ പറയാൻ വെച്ചിരുന്ന ഡയലോഗായിരുന്നു. അന്ന് അവൾ തന്ന കാശിന്റെ കാര്യം അവനും മറന്നിട്ടില്ല. എന്നിട്ട് കാശ് വാങ്ങിച്ചവൻ അവളുടെ മുമ്പിൽ ആളായില്ലേ. കടയിൽ നിന്ന് ആ ജയഫ്രത്തണ്ടി കുളിക്കാൻ കണ്ട നേരം ഉള്ളംകാലിൽ നിന്ന് ഉച്ചയിലേക്ക് എവിടുന്നൊക്കെ ഒരു രോഷം കുതിച്ചേർന്ന് പാർത്തി ഒരു നിമിഷം അറിഞ്ഞു. അവന്റെ ഈ മാറ്റം വേറെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അവന്റെ അമ്മ ശ്രദ്ധിച്ചു. ചുവന്ന് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്നവനെ കണ്ട് ഈ ചെക്കിന് ഇത് എന്തു പറ്റി എന്ന പോലെ ചാന്ദിനി മുഖം ചുളിച്ചു. അപ്പോഴേക്കും തിങ്കളിനോട് വാർഷികത്തിന് എന്തായാലും വരണമെന്ന് ഒന്നുകൂടെ ക്ഷണിച്ച് മിഥുനും ബാക്കിയുള്ളവരും ഇറങ്ങി. തിങ്കൾ അവനെ ശ്രദ്ധിക്കാകത്തേക്ക് കയറി പോകുമ്പോൾ അവർക്ക് പിറകെ അങ്ങനെ തന്നെ ദേഷ്യം പിടിച്ച് വെട്ടിത്തിരിഞ്ഞു പോയവനെ നോക്കി നെറ്റി വിളിച്ചു. ചാന്ദിനിയും തിങ്കളിനൊപ്പം അകത്തേക്ക് പോയി. മന്മു വീണ്ടും അവന്റെ അമ്മ തിരിച്ചു വരുന്ന നോക്കി പടിക്കൽ തന്നെ കിടന്നു. ക്ലബിന്റെ വാർഷികാഘോഷം അടുത്തല്ലോ. നല്ല തിരക്കാണ് എല്ലാവർക്കും. പാർത്തിയും പ്രണവും മിഥുനും എല്ലാവരും ഇതിന് പുറകെയാണ്. തിങ്കളും തിരക്കിൽ തന്നെയാണ്. ചെറുതായി ഒന്ന് വെട്ടിത്തെളിയിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആൾ ഈ വീടും പരിസരവും ഒക്കെ. ഈ ദിവസം കൊണ്ട് കായ്ക്കനികളും പൂച്ചെടികളും ഒക്കെ നടാൻ പാകത്തിന് ആൾ അവിടെ നന്നായി തന്നെ ഉഴുതുമറിച്ച് ഒരുക്കി വെച്ചു. അതൊന്നും തിങ്കളിന് വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല. ജയിലിൽ വെച്ച് ചെയ്തതൊക്കെ ശീലവുമാണ്. അന്ന് തിങ്കളുടെ കയ്യിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങാൻ പാർത്തിയാണ് വന്നത്. ഒരു കറി മതി എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും മോരുകറിയും കായും പയറും മെഴുക്കുവരട്ടിയും ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും കൂടെ മുട്ട ഓംലേറ്റും 3 പൊതികളിലായി കെട്ടിപ്പൊതിഞ്ഞ് അവൾ കൊടുത്തിരുന്നു. ആഴ്ചയിലാണോ ഇത് കൊടുക്കുക എന്ന് അവളൊരു സംശയം വന്നേരം അവനോട് ചോദിച്ചിരുന്നു. ദിവസവും മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് എത്തുന്നുണ്ട്. പക്ഷെ എല്ലാ ഭാഗത്തും കറങ്ങി തിരിഞ്ഞ് എത്തി വരുമ്പോൾ മാസങ്ങൾ കൂടുമ്പോഴൊക്കെയാണ് ഓരോ ലൊക്കാലിറ്റിയും റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് പാർട്ടി അവൾക്ക് പറഞ്ഞു കൊടുത്തു. പാർട്ടിയിൽ ഇതിനു വേണ്ടി മാത്രമായി തന്നെ മറ്റൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊപ്പം രക്തദാനവും നടക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് ചെറുതായി വിവരിച്ചു കൊടുത്താണ് അവൻ അവിടുന്ന് ഇറങ്ങിയത്. അന്നേരം ചെക്കൻ്റെ മനസ്സിൽ ഇന്നലത്തെ ചൂടൊക്കെ കുറഞ്ഞ് ഇച്ചിരി തണുപ്പൊക്കെ അവൻ പോലും അറിയാതെ ഉള്ളിലിങ്ങനെ നിറഞ്ഞു വന്നു. പിറ്റേന്ന് രാവിലെയാണ് പച്ചക്കറികൾ നടാനുള്ളതെല്ലാം അവൾ ഒരുക്കിയത്. ഇവിടെ ഈ സ്ഥലമെല്ലാം ഉഴുത് വാരം കീർന്ന് കണ്ടപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ നടാനുള്ള പുറപ്പെടാണെന്ന് മനസ്സിലാക്കി ചാന്ദിനി കൈയുള്ള പച്ചക്കറികളുടെ വിത്തൊക്കെ അങ്ങ് കൊടുത്തു. തിങ്കൾ അവൾ വാങ്ങിച്ചതിൽ നിന്ന് കുറച്ച് തക്കാളിയും പച്ചമുളകൊക്കെ ചീഞ്ഞതിൻ്റെ വിത്തൊക്കെയാണ് നടാനെടുത്ത് വെച്ചിരുന്നെങ്കിലും ചാന്ദിനി വന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. പയറ്, വെണ്ട, ചീര, മുളക്, തക്കാളി അങ്ങനെ അത്യാവശ്യം വിത്തെല്ലാം കിട്ടിയവൾക്ക്. നടാനായി കുറച്ച് ഗ്രോ ബാഗെല്ലാം സ്റ്റോറിൽ നിന്ന് ഇന്നലെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ. ഗ്രോ ബാഗിൽ നടാനാണെങ്കിൽ അതിലും മണ്ണ് ഒരു 6-7 ദിവസം കുമ്മായത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ ഫലഭൂയിഷ്ഠത കൂടുമെന്ന് ചാന്ദിനി അവൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് തിങ്കളും കരുതി. പയറുവിത്ത് അവൾ വാരം കീറിയെടുത്ത് നട്ടു നനച്ചു. ബാക്കി വിത്തൊക്കെ സൂക്ഷിച്ചു വെക്കാമെന്ന് കരുതി. അങ്ങനെ ചീത്തയാവില്ലത്. ഇനി ചീത്തയായാൽ ഞാൻ വേറെ തരാമെന്ന് ചാന്ദിനി തന്നെയാണ് പറഞ്ഞത്. നാളെയാണ് ക്ലബിന്റെ വാർഷികാഘോഷം. ചാന്ദിനി അവസാനഘട്ട തിരുവാതിരയ്ക്കും മറ്റു പരിപാടികളുടെ പ്രാക്ടീസിനൊക്കെയായി രാവിലെ തന്നെ പോയിരുന്നു. പോകുമ്പോഴും തിങ്കളോട് പറഞ്ഞിരുന്നു, വീടിന് പിന്നാമ്പുറത്തുള്ള കുറച്ചധികം കവുങ്ങുകളുണ്ട്. മുറ്റമടിക്കുമ്പോൾ പഴുത്തി വീണ അടക്കകളൊക്കെ തിങ്കൾ കൂട്ടിയിട്ടിരുന്നു. വെയിലായി തുടങ്ങിയപ്പോൾ അതെല്ലാം പെറുക്കിയെടുത്ത് ഉണക്കാൻ വേണ്ടി പാളയിൽ വെച്ച് ഉമ്മറത്ത് കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഗേറ്റ് മുമ്പിൽ ഒരു ബൈക്ക് വന്ന് നിന്നത്. തിങ്കൾ മുഖമുയർത്തി നോക്കിയപ്പോൾ ഗോപിനാഥനും മല്ലികയുമാണ്. ആൾ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും അവർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. തിങ്കൾ അവരകത്തേക്ക് ക്ഷണിച്ചു. അന്ന് തങ്ങൾ ഇവിടെ നിന്ന് പോയതിനേക്കാളും വീടിനും പരിസരത്തിനും വന്ന മാറ്റങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് ചിരിയോടെയാണ് അവർ അകത്തേക്ക് കടന്നത്.
ആ സമയം തന്നെ പാർത്തിയുടെ ബൈക്ക് അവളുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ സെക്കൻഡ് ഒരു കണ്ണ് അവിടുന്ന് ചുറ്റിക്കറങ്ങി പോയിരുന്നു. ആളുടെ ജോലിക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഗോപിനാഥനും മല്ലിക ഇപ്പോൾ ഇങ്ങോട്ട് വന്ന്. ഗോപിയേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ അടുത്തൊരു കപ്പലണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ട് മോളെ. അവിടെ ഇപ്പോൾ ഒരു ഒഴിവ് വരാൻ സാധ്യതയുണ്ടെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഗോപിയേട്ടൻ പോയി അന്വേഷിച്ചു. തിങ്കൾ കൊടുത്ത നാരങ്ങ വെള്ളം കുടിച്ച് മല്ലിക പറഞ്ഞുകൊണ്ട് ഗോപിനാഥനെ ബാക്കി പറയാനായി നോക്കി. ഈശ്വരി കപ്പലണ്ടി ഫാക്ടറി പ്രധാനമായിട്ട് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെങ്കിലും മറ്റ് പീനട്ട് സാധനങ്ങളും അവിടെയുണ്ട്. മോള് കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിച്ചാണല്ലോ. അവിടെ കണക്കൊക്കെ നോക്കാൻ 2 പെൺകുട്ടികളും ഒരു ആണുമാണുള്ളത്. അതിലൊരു പെൺകുട്ടി ഗർഭിണിയാ. ഈ മാസം കൂടെ അതവിടെ നിൽക്കൂ. അപ്പോൾ ആ ഒരു ഒഴിവിലേക്ക് മോൾക്ക് കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പമെങ്കിൽ ഞാൻ ഓക്കെയാണ്. അവരോട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിൽ മോളുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവർക്കൊരു പ്രശ്നമില്ല. മാസം ഒരു 10-12 രൂപ കയ്യിൽ കിട്ടും. പിന്നെ സർട്ടിഫിക്കറ്റ് കൊണ്ട് അടുത്ത ആഴ്ച അങ്ങോട്ടൊന്ന് പോകണം. ഒരു ഇന്റർവ്യൂ പോലെ. ഞാനും വരാൻ കൂടെ. ഗോമിതാന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ വന്നേക്കാം, എന്നാണ് പോവേണ്ടതെങ്കിലെന്ന് പറഞ്ഞാൽ മതിയെന്ന് അവൾ പറഞ്ഞതും പറയാമെന്ന് പറഞ്ഞ് അധികം വൈകാതെ തിങ്കളോട് യാത്ര പറഞ്ഞ് അവിടുന്ന് അവരിറങ്ങി. അതിനൊപ്പം നാളെ ക്ലബിന്റെ വാർഷികത്തിന് മോള് വരില്ലേ എന്ന് മല്ലികയും ചോദിച്ചു. വെറുതെ ഒന്ന് ചോദിച്ചാണ് അവർ. അവൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് അതിശയിച്ചു. പിന്നെ ചിരിയോടെ തലയാട്ടി ഇറങ്ങുകയും ചെയ്തു. ആ ഒരു പോയതും തിങ്കളവിടെ ബാക്കിയുള്ള പണികളിലേക്കും കടന്നു. സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്ത് ഊണ് കഴിഞ്ഞു വന്ന് ക്ലബിൽ തന്നെയാണ് പാർത്തിയും കൂട്ടനും. ഒരുവിധം പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഓട്ടപ്പാച്ചിലായതുകൊണ്ട് പാർത്തിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. ഞാനൊന്ന് വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് അവൻ പറയുമ്പോൾ മിഥുനും അവൻ്റെ ഒപ്പം ഇറങ്ങി. പ്രണവും ആകാശും സൂരജും അവിടെയുണ്ട്. ആകാശും സൂരജും ഇന്നലെ തന്നെ എത്തിയിരുന്നു. മിഥുൻ അവൻ്റെ വീട്ടിലേക്കാക്കിയാണ് പാർത്തിയും വീട്ടിലേക്ക് വന്ന്. ചാന്ദിനി അവിടെ ഇല്ല, ഡാൻസ് ക്ലാസ്സിലാണ്. തിരുവാതിര മാത്രമല്ലല്ലോ, ബാക്കി ഡാൻസും പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചാന്ദിനി തന്നെയല്ലേ. ബൈക്ക് ഒതുക്കി വീട്ടിലേക്ക് കയറുമ്പോൾ പാർത്തി അപ്പുറത്തേക്കൊന്ന് നോക്കി. മുൻവാതിൽ അടഞ്ഞിടക്കിയാണ്. ചെടിച്ചട്ടിക്കുള്ളിലാണ് വീടിന്റെ താക്കോൽ വെച്ചിരിക്കുന്നത്. കൈയിട്ട് അതിൽ നിന്ന് താക്കോലെടുത്തവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പുഷ്പ അപ്പോഴേക്കും അപ്പുറത്ത് നരമതിലും ചാടി അവന്റെ കാലിനിടയിലൂടെ ഉള്ളിലേക്ക് പാഞ്ഞുപോയി. ആ പാഞ്ഞുള്ള വരവ് അവളുടെ വീട്ടിലാണെന്ന് അവൻ അറിവുള്ള കാര്യമായതുകൊണ്ട് ചെക്കൻ അവളെ നോക്കി കണ്ണു ചുരുക്കി നോക്കിയാണ് അടുക്കളയിലേക്ക് നടന്നത്. ഒരു ചായ ഇട്ട് കുടിക്കണം, കൂടെ ആവി പിടിക്കാൻ സ്റ്റീമർ കൂടെ എടുത്തവൻ. തലവേദനയ്ക്ക് നല്ലൊരു ആശ്വാസമാണത്. ചായ ഉണ്ടാക്കി അരിച്ചെടുത്ത് കുടിക്കുന്ന നേരം തിങ്കളുണ്ടാക്കിയ ചായ എന്തൊരു ടേസ്റ്റാണ്ടാ. ഞാൻ ഇത്തിരി അതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ട് സെറ്റാക്കാൻ നോക്കിയിട്ടും ആ ചായയുടെ രുചി കിട്ടുന്നില്ല എന്ന് പറയുന്ന ചന്തുവിന്റെ സ്വരം അന്നേരം അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. ഈ പെണ്ണിവിടെ വന്നതിന് ശേഷം താൻ എന്ത് ചെയ്താലും ഇവൾക്കടുത്തേക്ക് തന്നെ അവസാനം തന്നെ ചിന്തകളെത്തി നിൽക്കുന്നു. വളരെ വിചിത്രമായി പാർത്തിക്ക് തന്നെ തോന്നിയ ആ സമയം. ചായ കുടി കഴിഞ്ഞൊന്ന് ആവി പിടിച്ചപ്പോഴേക്കും തലവേദനയ്ക്കൊരു ആശ്വാസമുണ്ട് അവന്. കുഞ്ഞാപ്പി കഴിക്കാൻ ഒരു പഴം വെച്ചു കൊടുത്ത് നേരെ ഇക്രുവിനെ എടുത്ത് പാർത്തി തന്നെ മുറിയിലേക്കാണ് പോയത്. ബേ വിൻഡോ തുറന്നിട്ടവൻ അവനെ നെഞ്ചത്ത് കിടത്തി സുഖമായി അവിടെ ചാരിയിരിക്കുമ്പോൾ നോട്ടും വീണ്ടും അപ്പുറത്തേക്ക് പോയി. ഇപ്പോഴവളോടെ കാണുന്നില്ല. കുറച്ചു നേരം ഇക്രുവിനെ കൊഞ്ചിച്ചിരുന്നവൻ പതിയെ പുറത്തുനിന്ന് വീശുന്ന കാറ്റിൽ അവിടെ ഇരുന്ന് തന്നെ ഒന്ന് മയങ്ങുകയും ചെയ്തു. ഒരു 10-15 മിനിറ്റായി കാണും. ശക്തിയിൽ ചുമച്ചുകൊണ്ട് അവൻ എഴുന്നേൽക്കുന്ന നേരം മഞ്ഞു പോലെയാണ് പുക. വായും മൂക്കും പൊത്തിയവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയത് ഇക്രുവിനെയാണ്. അവന്റെ തോളിലാണ് ഇക്രു ഇപ്പോൾ. ഭാഗ്യം, അപ്പൊ ചത്തിട്ടില്ല അവൻ. പാറി തറയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ അപ്പുറത്ത് കൂട്ടിയിട്ട് കത്തിക്കുന്ന തിങ്കളാണ്. ജനലടച്ചവൻ അടുത്ത നിമിഷം പുറത്തേക്ക് നടന്നു. വിറക് പോലെ വൃത്തിയാക്കിയതും പിന്നെ കുറെ ചപ്പും ചവറുകളും കൂട്ടിയിടിക്കല്ലാതെ കത്തിക്കാനുള്ള അവസരം തിങ്കളിന് ഇപ്പോഴാണ് കിട്ടിയത്. കത്തി വന്നപ്പോൾ താനൊരുവിധം തീ പിടിച്ചെങ്കിലും അവസാനമായപ്പോൾ പുകഞ്ഞതാണ് ആ കണ്ടത്. തിങ്കള ഒന്നുകൂടെ കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുകച്ച് പുറത്തേടിക്കുന്ന ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പതേ കണ്ടു. നിനക്ക് കത്തിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ചാടിത്തുള്ളിയ വരവിനൊപ്പം പാർത്തിയുടെ അരച്ചുകൂടെയായതും തിങ്കൾ അവനെ പകപ്പോടെ തിരിഞ്ഞു നോക്കി. പുക നിറഞ്ഞ് കണ്ണിരിഞ്ഞുകൊണ്ട് അവനെ വ്യക്തമായി കാണാൻ ആൾ കണ്ണി രണ്ടുമൊന്ന് തിരുമ്മി തുടച്ചു. അന്നേരം കൊണ്ട് പാർത്തിയുടെ നോട്ടവും അവളെ ആകെ ഒന്ന് ചുറ്റി വന്നു. ഫുൾ പാവാടയും ഷർട്ട് മോഡൽ ടോപ്പുമാണ് പെണ്ണിന്റെ വേഷം. പാവാട കുറച്ച് ഇടുപ്പിലേക്ക് കയറ്റി കുത്തിയിട്ടുമുണ്ട്. എന്താ നീ കത്തിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റേ എനിക്കാ കിട്ടിയെന്ന്. എന്റെ റൂമിൽ അവിടുത്തെ പുക മൊത്തം. തന്റെ മുറിയുടെ അവിടേക്ക് അയച്ചുകൊണ്ടി ദേഷ്യത്തിൽ തന്നെ അവൻ ആ പറഞ്ഞു നിർത്തുമ്പോൾ തിങ്കൾ പക്ഷേ നോക്കിയത് അവന്റെ തോളിരിക്കുന്ന ഇക്രുവിലേക്കാണ്. ആളുടെ കണ്ണ് ഒന്നുകൂടെ മിഴിഞ്ഞു. ദേ തന്റെ തോളൊരു ഓന്തിരിക്കുന്നു. അടുത്ത നിമിഷം അവളത് അവനോട് തുറന്നുകയും ചെയ്തു. ഓന്തോ? പാർത്തി അവളെ ഇക്രുവിനെയും മാറി മാറി നോക്കി. തിങ്കളും ഇവൻ തോളൊരു ഓന്തിരിക്കുന്ന കണ്ടിട്ടും എന്താണ് ഒരു റിയാക്ഷനും കാണിക്കാത്തതെന്ന് കണ്ട് സംശയിക്കുന്നുണ്ട്. അവൾക്കറിയില്ലല്ലോ അവൻ തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാണെന്ന്. മതിന്മേലെങ്ങാനും പറ്റിപ്പിടിച്ചാവുമെന്നാണ് അവൾ കരുതിയത്. ദിസ് ഈസ് ഡ്രാഗൺ ബിയാർഡ്. ഞാൻ വളർത്തുന്നതിന്റെ പെറ്റായത്. അടുത്ത നിമിഷം പല്ലും കടിച്ചുള്ള പാർത്തിയുടെ പറച്ചിലിൽ തെല്ലൊരു അത്ഭുതത്തോടെ തിങ്കൾ അവനെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.